ചോദിച്ചാൽ ബറാബാസിനെ വിട്ടുകൊടുത്താൽ ബറാബാസ് കുറ്റസത്തനായിരിക്കുന്ന ഒരു കൊലപാതകിയും അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരനുമായിരിക്കുന്ന മോഷ്ടാവുമായിരിക്കുന്ന ഏറ്റവും അധികം ശിക്ഷയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഈ ബറാബാസിനെ മതി എന്ന് പറയുവാനായിട്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ വീണ്ടും ബറാബാസ് അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് തെറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. ഞാനിതിവിടെ എന്തൊരു പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത്രത്തോളം നീതിമാനായിരിക്കുന്ന യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് കാത്തിരുന്ന ലോകം ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, പ്രിയ ബേബിച്ചാനെ കുറിച്ച് പറയുന്നുവെങ്കിൽ ബേബിച്ചായൻ ഈ മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും ജനത്തിന്റെയും കൂടെ നിൽക്കുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ നീതിമാനായിരിക്കുന്ന യേശുവിന്റെ കൂടെ നിൽക്കുവാൻ യോഗ്യനായിരിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രത്തോളം വളരെയധികം ക്ഷമാശീലനും വളരെയധികം മറ്റുള്ളവരോട് ആദരവായി കാണുന്ന ആരെന്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്ന ബേബിച്ചായൻ ഇന്ന് ഞങ്ങൾക്കൊക്കെയും വളരെ വേദനയുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാര്, മൂത്തവര്, ഇളയവര് അനേകര് ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ പ്ലാനായിരിക്കാം. കഴിഞ്ഞ ദിവസം ബേബിച്ചായൻ പെട്ടെന്ന് അസുഖം ഉണ്ടായപ്പോൾ ഞാൻ നിസിമാമ്മയുമായി ഓടി ഇവിടെ എത്തുമ്പോൾ ബേബിച്ചായൻ കട്ടിൽ കിടന്നുകൊണ്ട് വിറയ്ക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് കാണുവാനിടയായി. എന്നാൽ ബേബിച്ചായൻ അപ്പോഴും പറയുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, പ്രാർത്ഥിക്കണമെന്നാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസഗോളത്തിൽ നിൽക്കുമ്പോൾ, ഒരു വിശ്വാസിയായി തീരുമ്പോൾ ആമേൻ നീതിയായ ദൈവത്തിന്റെ മുൻപിൽ, നീതിമാന്റെ മുൻപിൽ, നീതിയോടെ നിൽക്കുന്ന ബലികർത്താവിന്റെ മുൻപിൽ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ധൈര്യവും പ്രത്യാശയും ബേബിച്ചായനിൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ചോ, പറങ്ങാം താഴ്ത്തതിൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടോ ഞങ്ങളുടെ ഉപ്പാപ്പന് അല്ലെങ്കിൽ പ്രിയ സഹോദരന് അല്ലെങ്കിൽ ഞങ്ങളുടെ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ അദ്ദേഹത്തെ യാത്ര അയക്കുവാൻ വളരെ വേദനയുണ്ട് എങ്കിലും ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കുകയാൽ അതിന് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ടും ദൈവത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും അനുവാദം തന്ന ദൈവസഭയുള്ള എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുന്നു യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. പ്രിയ കുറിച്ച് സാക്ഷ്യം പറയുവാൻ തോന്നും. ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ചില നാളുകൾക്ക് മുന്നേ കർത്താവിന്റെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഞാൻ ഈ സ്ഥലത്തായിരിക്കുമ്പോഴാണ് ചോദിച്ചാൽ ഈ സ്ഥലവും ഭവനവും വാങ്ങി ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് തിരുവള്ളൂരിന്റെ മറ്റൊരു പ്രദേശത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥനയോടുകൂടെ ഈ ഭവനത്തിൽ പ്രവേശിച്ച് അതേ ഇന്നത്തെ ജീവിതം ആരംഭിക്കുകയായി. ആ സന്ദർഭങ്ങളൊക്കെയും പിന്നത്തേതിൽ പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ കൂടെ അതിന് മറുപടി കണ്ടെത്തുന്ന ഒരു അനുഭവം പ്രിയ ബേബിച്ചാന്റെയും ബിസിനസിന്റെയും ജീവിതത്തിൽ, സ്ഥിതിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സൗമ്യതയുണ്ടായിരുന്നു. ഏതെങ്കിലും ആത്മീയ വിഷയങ്ങളിൽ അത് കർശനമായി തന്നോട് സംസാരിച്ചാൽ താനത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സൗമ്യതയുടെ അനുഭവം ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. ന്യായീകരണ വാക്കുകളൊന്നും പറയാതെ, അങ്ങനെ രക്ഷപ്പെടുവാൻ ശ്രമിക്കാതെ അത് പൂർണ്ണമായി കേട്ട് അത് അനുസരിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് നിമിത്തമായി തൻ്റെ ഈ നാളുകളിലെ ജീവിതം അല്പം കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. ആ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയത് തൻ്റെ ജീവിതം ഗുണമായി എന്ന് പറയുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തെ പുതുക്കിയെടുക്കുവാൻ അതെല്ലാം കാരണമാക്കി തീർത്തതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാൾക്കൊന്നുമേ ശരീര കഷ്ടങ്ങളുടെ നടുവിൽ ഞാൻ ഇവിടെയായിരുന്നു. തുടർന്ന് തൻ്റെ കുടുംബത്തോടൊപ്പം ബോംബെയിലേക്ക് കടന്നുപോയി. ആ സന്ദർഭങ്ങൾ വീണ്ടും കഷ്ടത്തിലായി മരണത്തോട് എത്തിയിരുന്നു. ആ സന്ദർഭങ്ങളൊക്കെയും പ്രാർത്ഥന അനുഭവങ്ങളിൽ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവം സ്തോത്രം. ആ സന്ദർഭങ്ങളൊക്കെയും ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്നുള്ള തീർത്തുമുള്ള അഭിപ്രായത്തിൽ പ്രാർത്ഥനയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എങ്കിലും വേണ്ടപ്പെട്ടവർ തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. വീണ്ടും അവർ ഭേദം ലഭിക്കാതെ നാട്ടിലേക്ക് കടന്നു വന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ വീണ്ടും തന്നെ ഒന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം എനിക്കും സാധിച്ചത് സ്തുതിക്കുന്നു. ഈ അടുത്ത സമയത്ത് പൂർണ്ണ സൗഖ്യമുള്ളവനായിട്ട് പത്തനംതിട്ടയിലെ മാസയോഗത്തിനും ഇടയായി തീർന്നു. ഞാൻ ചിന്തിക്കുകയും ചെയ്തു, ഇത്ര നല്ല ആരോഗ്യവനായി തൻ്റെ പഴയ രോഗങ്ങളെല്ലാം മാറ്റപ്പെട്ട് ഓടി നടക്കുന്നല്ലോ എന്ന് ഞാൻ ചിന്തിപ്പാനിടയായി. മാസയോഗത്തിനുള്ള ബന്ധത്തിൽ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് അത് മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് ആശയങ്ങൾ കൈമാറുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. നമ്മുടെയും ഓട്ടോടി തികയ്ക്കേണ്ടതിന് ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും എൻ്റെയും വാക്കുകളെ അല്ലെങ്കിൽ ജീവിതത്തോടുള്ള ആ സമയങ്ങളെ അതിനായി അത് ഒരുക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടേണ്ടതിനായി ഞാനും ആഗ്രഹിക്കുന്നു. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അപേക്ഷയോടെ സാക്ഷിക്കുന്നു.
2 വർഷക്കാലമായി കർത്താവിൻ്റെ കൃപയിൽ കൊളക്കട്ടയിൽ ഇപ്പോൾ വിശുദ്ധന്മാരയച്ച് ഈ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം കടന്നു വന്ന സമയം മുതൽ ഈ വാത്സല്യ കുടുംബമായിട്ട് ഉപയോഗിച്ചാലും മിസിസ്റ്റും മകൻ ശിവനുമായിട്ടും അതുപോലെ ബാബുച്ചാന്റെ കുടുംബമായിട്ടൊക്കെ ഈ നല്ല സ്നേഹബന്ധത്തിൽ സഹകരിപ്പാനും പ്രവർത്തിപ്പാനും പ്രാർത്ഥിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മകൾ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുപ്പാനും സ്വർഗത്തിന് ദൈവം ഭാഗ്യം നൽകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ എല്ലാവരും സാക്ഷ്യം പറഞ്ഞല്ലോ. കർത്താവ് കൊടുത്ത ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം തന്നിൽ ഞങ്ങൾക്ക് കാണുവാൻ കർത്താവ് സഹായിച്ചു. താഴ്മ, വിനയത്വം, അനുസരണം, ദൈവത്തിന് സ്വപ്നം, മനസ്സലിവ് എല്ലാം തന്നിൽ ക്രിസ്തുവിന്റെ ദിവ്യമായ സ്വഭാവം തന്നിൽ വിളങ്ങിയതായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ കുടുംബ ജീവിതം ഈ ഭൂമിയിൽ കഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം തനിക്ക് ഭാഗ്യം കർത്താവ് കൊടുത്തല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിനങ്ങളെല്ലാം പ്രിയ ബേബിച്ചാൻ ഒന്നുകൂടി ആത്മീയമായി ഒരുക്കപ്പെട്ടുകൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണ മീറ്റിംഗ് ഒരാഴ്ച ഒരു ലോകത്തിലും വിശുദ്ധ സഭയിൽ വിശുദ്ധന്മാരോട് ചേർന്ന് നടത്തപ്പെട്ട ഈ സമയങ്ങളിൽ പ്രിയ ബേബിച്ചാനും ദാസിയും കടന്നു വന്ന നേരത്തെ തന്നെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും കണ്ണുനീരോട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ശുദ്ധീകരണത്തിനായി ഒന്നുകൂടെ സമർപ്പണം ചെയ്യുവാനും ദൈവം സഹായിച്ചു. അതിനുശേഷം വിശുദ്ധന്മാരുടെ നടത്തും പ്രകാരം അതേ 18 ഡിസംബറിൽ വെച്ച് നടന്ന തിരുവത്താഴ ദൈവത്തിന്റെ സ്തോത്രം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ സമയമായപ്പോൾ തന്റെ അവകാശത്തിലേക്ക് ദൈവത്തിന്റെ ചേർത്തു. ഇത്രത്തോളം ദൈവമായ കർത്താവ് തന്നോട് കൂടെയിരുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം ചെയ്ത് ദൈവസഭയ്ക്ക് സൗകര്യമുള്ളൊരു സാക്ഷിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തല്ലോ. അതിന്റെ സ്ഥിരതയോടുകൂടി ശിവന്റെ അവകാശം പ്രാപിപ്പാൻ ഏവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്നോടുന്നു. ഈ പ്രിയപ്പെട്ട അച്ചായനെ എനിക്ക് 2 വിധത്തിൽ അറിഞ്ഞുകൂടാ. എന്നാൽ അന്ന് ഇങ്ങനെ ഈ ലോക്കൽ സഭയിലുള്ള എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ അവസരം ഉണ്ടായിരുന്നില്ല. വീണ്ടും ഈ സ്ഥലത്തേക്ക് കടന്നു വന്ന് ഇങ്ങനെ ഉള്ള ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുവാൻ ദൈവം എന്നെയും ജീവനോടെ ശിക്ഷിപ്പിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ബെരോവയിലുള്ളവർ ഉത്തമന്മാരായിരുന്ന ഒരു ദൈവവചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു പോന്നു എന്നെഴുതിയിട്ടു. ഈ സ്ഥലത്ത് വസിക്കുന്നതായ ദൈവജനങ്ങളെല്ലാം ബഹുഭൂരിപക്ഷം പേരും ദൈവമക്കളാണ്. അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ പരിശോധിക്കുന്നവരാണ്. ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ പരിശോധിക്കുന്ന അതിൽ നിത്യജീവനുണ്ടെന്ന് നമുക്കറിയാം. കർത്താവായ യേശുവിൻ്റെ കാലത്ത് തന്നെ യേശു അതെ നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു, അതിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞ ഒരു വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ഇപ്പോൾ നമ്മളും ചില വചനങ്ങളൊക്കെയും ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതൽ അവൻ ദൈവത്തിന്റെ വചനം പരിശോധിച്ച് സ്വർഗീയനെ പോലെ ആയി തീരണമെന്നുള്ള താല്പര്യമുള്ളവനായി മാറ്റപ്പെടുന്നത് അത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുന്നതായിരിക്കുന്നൊരു കാര്യമാണെന്ന് എനിക്ക് വിചാരമില്ല. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിനും പ്രകാരം മരിച്ചു, തിരുവെഴുത്തിനും പ്രകാരം അടക്കപ്പെട്ടു. ഈ പെന്തക്കോസിൻ്റെതായിരിക്കുന്ന അനുഭവം തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ സഭകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിൽ വന്ന് പ്രതിപാദിച്ച ഒരു ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യത്തിൽ കടക്കുവാൻ വേണ്ടി എല്ലാവരും ബന്ധപ്പെടുകയാണ്. നമുക്കറിയാം, ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. എന്നാൽ ദൈവരാജ്യത്തിൽ ചെറിയവനുണ്ട്, ദൈവരാജ്യത്തിൽ വലിയവനുണ്ട്, ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവനുണ്ട്. അവന്റെ ജീവിതത്തിൽ അവനൊരു പ്രതിഷ്ഠയുള്ളവനായിരുന്നു. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് അവൻ ഉപജീവിച്ചു. ഹെരോദാവിനെ അത് അവന്റെ മുഖത്ത് നോക്കി അവന്റെ തിന്മകളെ കുറിച്ച് യോഹന്നാൻ വിളിച്ചു പറഞ്ഞതിനാൽ ഒരു ദിവസം അത് അവനൊരു പ്രവാചകനാണെന്നുള്ള ബോധമുണ്ടെങ്കിലും ഹെരോദ്യയുടെ മകൾ അതെ ഹെരോദാവിന്റെ ആ ബർത്ത്ഡേക്ക് ആ ജന്മദിവസത്തില് ഒരു നൃത്തം ചെയ്ത് എല്ലാവരും പ്രസാദിപ്പിച്ചു. ആ പ്രസാദിപ്പിച്ചതിനാൽ ആ ഇഷ്ടമുള്ളത് ചോദിച്ചു പോവുക എന്ന് പറഞ്ഞപ്പോൾ ഇലക്ട്രിക് ബോഴ്സിലും അതുപോലെ ഓടയിലും മലയിൽ നിന്ന് കുഴിയിലേക്ക് മറിഞ്ഞുമൊക്കെ മരിക്കുന്നത് അതാണോ ക്രിസ്തു ഈ ലോകത്തിൽ
സ്ഥാപിച്ചെന്ന് ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്ന മനുഷ്യജാതിക്ക് വേണ്ടി കാൽവറിയിൽ അല്ലെങ്കിൽ ആ ഗോൽഗോഥായിൽ മരിച്ചത്? ഗോൽഗോഥ എന്ന് പറഞ്ഞാൽ തലയോടിടം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തലയോടിടം എന്ന് പറഞ്ഞാൽ തലച്ചോറില്ലാത്തതായിരിക്കുന്ന സ്ഥലം. തലയോടിടം, അവിടെ തലച്ചോറില്ല. ബുദ്ധിയുടെ പ്രമാണമല്ല, ആത്മാവിന്റെ പ്രമാണത്താൽ മനുഷ്യൻ ഭരിക്കപ്പെടുന്ന സ്ഥലമാണ് ഗോൽഗോഥ, കാൽവറി. അവിടേക്ക് ഇന്നത്തെ ക്രിസ്ത്യാനികൾ എത്ര പേർ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായി എന്റെ 24 വയസ്സ് വരെ ജീവിച്ചു. എന്നാൽ ദൈവം എന്നെ സന്ദർശിച്ചപ്പോൾ ഞാൻ പുതുതായി ജനിച്ചു, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചു, പുതുതായി ജനിച്ചു. എനിക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി തന്നു. ഞാൻ വെള്ളത്താൽ ജനിച്ചു, ആത്മാവിനാൽ ജനിച്ചു എന്ന് എന്റെ മനസാക്ഷി എന്നോട് പറയുന്നുണ്ട്. മാത്രമല്ല, ആ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം എന്ന് പറയുന്ന അങ്ങനെ ആ രാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ എന്നെ കർത്താവ് കഴിഞ്ഞ 40 വർഷക്കാലങ്ങളായി നിർത്തിയിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം നിഷ്ഫലമായി പോകരുത്. 2 തോണി കൽവെക്കുന്നവരെ പോലെ ആയി പോകരുത്. നമ്മുടെ ജീവിതം അതേ ദൈവത്തിന്റെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ ഒരു പരിധിവരെയെങ്കിലും നല്ല മനസ്സാക്ഷിയിൽ സൂക്ഷിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ആകയാൽ ദൈവം നിങ്ങളുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടണം. ഞാൻ മുമ്പ് ഇന്നിരുന്നായിരിക്കുന്ന സമൂഹത്തിൽ മരിച്ചവരുടെ ഓഫീസിൽ ഒരു പാട്ടുണ്ട്. മരണം വരുവൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും. അത് പതുക്കെ പാടത്തുള്ളൂ. ശബ്ദമായി പാടിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ക്രിസ്ത്യാനികൾ 99% പോകത്തില്ല, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കത്തില്ല. കാരണം എന്താണ് ചോദിച്ചാൽ അവരുടെ ജീവിത ചെയ്തികൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. മരിച്ചതിന് ശേഷം അതേ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് സമൂഹം വെച്ചിട്ടുണ്ട്. അത് നിമിത്തം അവർക്ക് ബോധിക്കുന്നത് പോലെയായിരുന്നു. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലങ്ങൾ വ്യത്യസ്തമാണ്. ന്യായപ്രമാണ യുഗത്തിലും മനസാക്ഷി യുഗത്തിലും ജീവിച്ചിരുന്നവർക്ക് പ്രത്യേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. സ്വർഗത്തെ ഒരിക്കൽ കാണിച്ചു കൊടുത്തു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യം പഠിച്ചാൽ അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. അവൻ 14 ആണ്ടുകൾക്ക് മുമ്പ് 3-ാം സ്വർഗത്തോട് എടുത്തുകൊള്ളപ്പെട്ടു. അത് ഏത് സന്ദർഭമാണെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവൻ ചുറ്റും നിന്നവര് ഒരു കൂട്ടം ആളുകൾ പല്ല് കടിച്ചുകൊണ്ടെന്ന് അവനെ കല്ലെറിഞ്ഞതായി നമ്മൾ വായിക്കല്ലോ. ഇവിടെ കൂടി വരുത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. സുധീരയിലെ ശുശ്രൂഷകളും കർത്താവ് നടത്തി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദൈവമാശ്വാസം അതേ പുനരാഗമനത്തിൽ നാം ഓരോരുത്തരും തേജസ്സുള്ള ശരീരത്തോടുകൂടി സ്വർഗീയന്റെ പ്രതിമ ധരിച്ച് നിത്യത മുഴുവൻ യേശുവിനോട് വാഴുവാൻ ഉയർത്തി നിൽക്കണം. ആ പ്രത്യാശ നമുക്ക് തന്നിട്ടുള്ളതിനായി സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയിലിരിക്കുമ്പോൾ തന്നെ അതിനായി ഒരുക്കപ്പെടുവാൻ ഇടയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. മഹത്വ പ്രതിഷ്ഠയ്ക്ക് എല്ലാവരെയും ഒരുക്കിക്കൊള്ളേണ്ടതിനായി സ്തോത്രം. പിതാപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന് കർത്താവ് വേഗം വരുന്നതിനാൽ സ്തോത്രം. പ്രിയ പിതാവിലാനും നല്ല പ്രവർത്തിയോട് മനോഹരമായി ചെയ്തതിനായിട്ട് സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. പ്രിയപ്പെട്ട ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി സ്തോത്രം. രക്ഷാപ്രായപ്പാന്റെ കൊണ്ട് കർത്താവിടെയാക്കി തീർത്തതിനായി സ്തോത്രം. താനോടുപ്പാനും പരിശുദ്ധാത്മാനെ പ്രായപരിശുദ്ധന്മാരോട് ചേർന്ന് കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നയിപ്പാൻ സാക്ഷി നയിപ്പാന്റെ കൊണ്ട് കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. നൽകുന്ന വലിയ പ്രത്യാശിക്കാട്ടങ്ങ് സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവ്. തക്ക സമയത്ത് പ്രിയമിച്ച കർത്താവിന് ചേരുവാന്റെ കൊണ്ട് കർത്താവിടെയാക്കിയാട്ടങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. ശുശ്രൂഷകളെല്ലാം കർത്തായിട്ട് അനുഗ്രഹപ്രദമാക്കി തീർത്തനായി സ്തോത്രം. ഈ പ്രിയ ദിവസത്തിന്റെ വേർപാടുകളും ദുഃഖത്തിലായിരിക്കുന്ന മകനെയും പ്രിയപ്പെട്ടവരെല്ലാം കർത്താശ്വാസവും സമാധാനവും സന്തോഷവും പ്രത്യാശകളും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. സ്തോത്രം കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാവരും അനുഗ്രഹപ്രദമായി തീരുവാൻ്റെ ഗുണം കർത്താവിടെയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്ത്രീകൾക്ക് നൽകിയതായ നല്ല ആലോചനകൾക്കായി ജനങ്ങൾക്കാട്ടെന്നെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന കർത്താവേ സ്തോത്രം. അതേ സ്വർഗീയ പ്രതിപാദിപ്പാൻ്റെ കൂടെ ഞങ്ങൾ എങ്ങനെയായിരിക്കണം ഈ പകൽക്കാലം ദൈവജനങ്ങളോട് ഓർപ്പിച്ചുണർത്തിയതിനായി സ്തോത്രം. തിരുവഴുത്തുകളെ പരിശോധിച്ച് കർത്താവേ തിരുവഴുത്തിൽ അടങ്ങിയിരിക്കാൻ നിത്യജീവൻ പ്രാപിപ്പാൻ്റെ ഗുണത്ത് ദൈവജനം അനുസരിച്ച് ഓരോരുത്തരും കാണപ്പെടുവാൻ്റെ ഗുണം അവിടെ കൃപ ചെയ്യേണ്ടതിനായിട്ട് അപേക്ഷിക്കുന്ന കർത്താവേ സ്തോത്രം. എല്ലാവരും കർത്താവേ സ്തോത്രം. കർത്താവ് അംഗീകരിക്കുന്നതോട് പ്രധാനവും ശക്തിയോട് ദൈവത്തിന്റെ കാലത്തോടെ വരുമ്പോൾ ക്രിസ്തു പരിചയം മുൻപ് ചേർക്കുമ്പോൾ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്ന കർത്താവേ സ്തോത്രം ഉയർത്തി നിൽക്കാനും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിപ്പാനും ഈ ശുശ്രൂഷ പര്യാപ്തമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കേണ്ട ദാസന്മാരെല്ലാം അഭിഷേകം അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്ന് സഹായിക്കും അനുഗ്രഹിക്കും. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാമേന്ദ്രോടും സകല വിശുദ്ധന്മാരോടും ഒരു ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോടും കൂടെ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ
എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീഥിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖ ദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂ